ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ RR310 സ്റ്റോക്ക് ടെയിൽ നമുക്ക് കിട്ടിയിട്ടാ. ഏകദേശം ഒരു മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ ഈ ടെയിൽ നമുക്ക് കിട്ടാനായിട്ട്. നമ്പർ പ്ലേറ്റ് വെക്കണ ആ ഒരു സെക്ഷൻ ഇപ്പോൾ V4-ലിരിക്കണ സ്റ്റോക്ക് ടെയിൽ നല്ല രീതിയിൽ ഇറക്കുന്നുണ്ട്. അതായത് താഴേക്ക് നല്ല രീതിയിൽ നിൽക്കണ കാരണമാണ് നമ്മളത് മാറ്റാമെന്ന് വിചാരിച്ചത്. ഇതാണ് നമ്മുടെ RR310 വരുന്ന സ്റ്റോക്ക് ടെയിൽ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ V4-നായിട്ട് സെറ്റ് ചെയ്യാൻ പോണത്. ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ ലുക്കും കാര്യങ്ങളും ഉണ്ടാവും. കാരണം ഇപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴേക്കാണ് നിൽക്കണം. അതിൻ്റെ ഒരു ചെറിയൊരു ബോറുണ്ട്. എല്ലാവർക്കും അല്ല, ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് വെക്കണ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഇന്ന് എന്തായാലും ചെയ്യും. നമുക്കറിയില്ല എത്രത്തോളം സെറ്റാവുന്നു. കാരണം അതിൻ്റെ സ്റ്റോക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബൈക്കിലിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് വലിപ്പം കൂടുതലുള്ള കാരണം നമുക്ക് ഇതാണെങ്കിൽ ചെറിയ രീതിയിലുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ പറ്റുമോ അതൊന്നും അറിയില്ല. എന്തായാലും ചെറിയ രീതിയിൽ നല്ല രീതിയിൽ പണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമ്മളിത് സെറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ റേറ്റ് വന്നത് ഒരു 600-700 ആ റേഞ്ചിലാണ് നമുക്ക് റേറ്റ് വന്നേക്കണേ. അപ്പോൾ നമ്മളിത് ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചേടാ. അപ്പോൾ ആർക്കെങ്കിലും ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ TVS-ൻ്റെ ഷോറൂമിൽ, RR310 ഷോറൂമിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. മിക്ക ഷോറൂമിൽ ഉണ്ടാവില്ല. ഞാനൊരു 10-15ഓളം ഷോറൂമിൽ അന്വേഷിച്ചു. അപ്പോൾ നമ്മളിത് എന്തായാലും ഓർഡർ ചെയ്യണം കേട്ടോ. അവിടെ വിളിച്ചിട്ട് നമ്മളെന്തായാലും ഒരു സെറ്റ് ഓർഡർ ചെയ്യണം. ഇതിങ്ങനെ 2 പീസായിട്ടൊന്ന് വരാം. അപ്പോൾ ഒരെണ്ണത്തിന് 250 അല്ലെ ഒരെണ്ണത്തിന് 300 അങ്ങനെ എന്തോ റേറ്റിൽ മൊത്തം 600-700 റേറ്റിന് വന്നേക്കണേ. പിന്നെ കൊറിയർ ചാർജ് ഒരു 100-150 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മാസത്തോളം നമ്മളിത് ഓർഡർ ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ കയ്യിൽ കിട്ടിയത് കേട്ടോ. TVS-ൻ്റെ ഷോറൂമിലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ മതി. ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും, അല്ല എല്ലാവർക്കും മേടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ V4-ൽ അങ്ങനെ ടെയിൽ സെക്ഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്ത് മേടിച്ചാൽ മതി. പിന്നെ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു കാര്യം, ഇത് ആരും തന്നെ V4-ൽ ഇതുവരെ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. യൂട്യൂബിൽ വീഡിയോയിലില്ല. പോലെ തന്നെ V4-ൽ ഇത് വെച്ചേക്കണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറേ അന്വേഷിച്ചു. അപ്പോൾ ഇത് ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ബൈക്കിലായിരിക്കും RR310 സ്റ്റോക്ക് ടെയിൽ ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഒരുപാട് നേരത്തെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കപ്പോൾ അത് കട്ട് ചെയ്ത് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം നമുക്ക് വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. പിന്നെ നമ്മൾ ഫിൻഫെൻഡർ വെച്ചതിൻ്റെ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിക്കണമെന്നുള്ളൂ. ഇത് വെച്ചതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ചെളിയും കാര്യങ്ങളും തിരക്കില്ല. ഇപ്പോഴും നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത്ര നമ്മളിത് വെച്ചിട്ട് ഓടിയിട്ടും വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ നല്ല വൃത്തിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടെയിൽ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് സ്റ്റോക്ക് ടെയിൽ വരുന്നത്, RR310 സ്റ്റോക്ക് ടെയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സെക്ഷൻ ഇവിടുന്ന് മാറ്റിയിട്ട് ഇത് നമുക്ക് വെച്ച് നോക്കാം എത്രത്തോളം റെഡി ആവുമെന്ന് അറിയില്ല. സംഭവം ലുക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് സംഭവം സെറ്റ് ചെയ്യാം.
R R 310 ബാക്ക് ടൈല് നമ്മളങ്ങനെ V4 സെറ്റ് ചെയ്തിട്ടാ. ഇത് R15 V4 രണ്ടാമത്തെ ബൈക്കിലാണെന്ന് തോന്നുന്നു ഇത് ചെയ്തേക്കണത്. അപ്പോൾ വേറെ ആരും തന്നെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ V4 ഗ്രൂപ്പിലേക്കും അല്ലെങ്കിൽ V4 ഓണേഴ്സിനൊക്കെയും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കുറേ പേര് വെക്കണമെന്ന് നോക്കിയിരിക്കണമെങ്കിൽ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക അവർക്ക്. ഞാനത് ഫുള്ളായിട്ട് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഭാഗത്താണ് നമ്മളിത് ടൈറ്റ് ചെയ്യണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ചെറിയൊരു കുറച്ച് ടൈം പോയത് നമുക്ക് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാനായിരുന്നു. നമ്മൾ കവാസാക്കിയുടെ ഫസ്റ്റ് കോപ്പി ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റണ്ണിങ് ഇൻഡിക്കേറ്റർ അല്ല, സാധാരണ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാനാണ് നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് ആ ടൈൽ സെക്ഷൻ വയ്ക്കാൻ വലിയ സീനൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇപ്പോൾ സ്റ്റോക്ക് വരുന്ന ടൈലിൽ 4 ഹോളിലും നമ്മൾ ആ ഒരു നെട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിൽ 2 ഹോളിലാണ് നമ്മൾ നെട്ടിട്ട് കയറ്റിയിട്ടുള്ളൂ. ഈ ഒരു ടൈൽ വെച്ചിട്ട് ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു ആട്ടമൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ സ്റ്റോക്ക് R15 V4 ഉള്ള ആ ഒരു സെക്ഷൻ്റെ അത്ര ഒരു കട്ടിയില്ല, ചെറുതായിട്ട് ആ നമ്പർ പ്ലേറ്റ് വരുന്ന ആ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലൊരു ലൂസ് പോലെ ഉണ്ട്. അതൊരു ചെറിയ ആട്ടമുണ്ട്. അപ്പോൾ അത് സീനൊന്നുമില്ല, ഒരു പോരൊന്നുമില്ല, നല്ല ടൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. കാരണം നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാരെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സംഭവം കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ബാക്കിൽ നിന്നൊക്കെ കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ വൃത്തിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ റേറ്റ് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 600-700 ആ റേഞ്ചിലുള്ള റേറ്റ് വന്നതാണ്. അപ്പോൾ TVSൻ്റെ ഏതെങ്കിലും ഷോറൂമിൽ നിന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളങ്ങനെ ബുക്ക് ചെയ്ത് ഒരു മാസം പിടിക്കും തോന്നുന്നു. നമുക്ക് 1 മാസം പിടിച്ചു സംഭവം കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം നൈസ് ലുക്കുണ്ട്, സീനൊന്നുമില്ല, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ടൈൽ ടൈഡൊക്കെ വെക്കാനായിട്ടും എന്തുകൊണ്ടും നമുക്ക് ടൈൽ ടൈഡൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ സീൻ വരും. കാരണം പോലീസായാലും MVD ആയാലും നല്ല രീതിയിൽ സീൻ കിട്ടും. അപ്പോൾ ഈ ഒരു 310 ടൈൽ കയറ്റാണെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയിൽ നമുക്ക് നിൽക്കും. എന്തായാലും സ്റ്റോക്ക് വരുന്ന ടൈലിനേക്കാളും നല്ല ഒതുക്കും ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ സീനൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. സംഭവം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേറെ ഒരു സീനും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ GoProയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 2-3 വീഡിയോ കഴിഞ്ഞിട്ടുള്ളിൽ നമ്മളെന്തായാലും ഒരു GoPro എടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് റൈഡിങ് വീഡിയോസ് ചെയ്യാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ സൗണ്ട്, അത് റൈഡിങ്ങിൽ നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ച് തരാം. പിന്നെ എയർ ഫിൽറ്റർ വെച്ചിട്ട് മൈലേജ് എത്ര കിട്ടുന്നുണ്ടെന്നും അങ്ങനെ ട്രാവൽ വീഡിയോസും അങ്ങനെ ഒരുപാട് വീഡിയോസ് നമുക്ക് GoPro കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ മൈക്കൊക്കെ ഒന്ന് വോയിസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കമൻറ്റൊക്കെ കണ്ടു. പക്ഷേ നമ്മളിപ്പോൾ വലിയ രീതിയിൽ ഉള്ള മൈക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് മൊബൈലിലാണ്. പിന്നെ ഒരു സെൽഫി സ്റ്റിക്കിലാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ GoPro എന്തായാലും നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. കാരണം ഇങ്ങനെ വീഡിയോ സ്റ്റില്ലായിട്ട് നിന്നിട്ട് വീഡിയോ ചെയ്യണത് അത്രയ്ക്ക് രസം ഉണ്ടാവില്ല, എനിക്കറിയാം. പക്ഷേ GoPro ഒക്കെ മേടിക്കണമെങ്കിൽ അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളും വേണം. അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ്സ് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് മേടിച്ചതിന് ശേഷം നമുക്ക് ട്രാവൽ വീഡിയോസൊക്കെ തുടങ്ങാം. 2-3 വീഡിയോസൊക്കെയും കഴിഞ്ഞതിന് ശേഷം നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. എന്തായാലും കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ എന്തായാലും നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ എന്തായാലും V4 ഓണേഴ്സിന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് ഈ ഒരു ഇവിടം വരെ ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ ഈ ഒരു മുകളിലത്തെ ഈ ഒരു പീസ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടിയിലേക്ക് വരുമ്പോൾ ഈ രണ്ടാമത്തെ ഈ ഒരു സെക്ഷൻ ചെറിയ രീതിയിൽ ആട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയ രീതിയിലുണ്ടാവും. ഇപ്പോൾ സ്റ്റോക്ക് വെക്കണ ഇപ്പോൾ ഈ ബൈക്കിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ടൈലിന് ഇത്രയും കൂടിയും കട്ടിയുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു രീതിയിൽ ഒരാട്ടുണ്ട്. വലിയ സീനൊന്നുമില്ല. ഇപ്പോൾ സംഭവം ഇരിക്കുകയൊക്കെ ചെയ്യും, ഊരി പോവുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ ചെറിയൊരു ആട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മാക്സിമം ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ഹോൾ ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇതിൽ ടൈറ്റ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പീസ് ഇതിലേക്ക് വെച്ചിട്ട് ഇവിടെയാണ് ടൈറ്റ് ചെയ്തേക്കണം കേട്ടോ, ഇവിടെയും. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു വലിയൊരു പീസ് ഇതിൻ്റെ നേരെ സീറ്റിൻ്റെ അടിയിലായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തിട്ട് നമ്മൾ ബാക്ക് സീറ്റിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ലുക്ക്. സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ, ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ സീനൊന്നുമില്ല. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജസ്റ്റ് ഇതിൽ വെച്ചോ. കാരണം ഇപ്പോൾ നല്ല രീതിയിൽ താഴത്തേക്ക് ഇറങ്ങി നിൽക്കണ ആ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ സ്റ്റോക്ക് വരുന്ന ടൈലാണ് ഇത് കാണുന്നത്. ഇത്രയ്ക്കും സൈഡിലേക്ക് നല്ല രീതിയിൽ നിൽക്കണതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. സംഭവം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം സീനൊന്നുമില്ല, സെറ്റായിട്ട് കേട്ടോ. ഈ ഇൻഡിക്കേറ്റർ വരുന്നത് കവാസക്കിയുടെ ആണ് ഫസ്റ്റ് കോപ്പി. അപ്പോൾ അതിന് ഒരു 400 രൂപ ആ റേഞ്ച് നമുക്ക് വന്നിട്ടുണ്ട്. സംഭവം കുഴപ്പമൊന്നുമില്ല, ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് TVSൻ്റെ ഷോറൂമിലേക്ക് വിളിച്ച് അവരുടെ അടുത്ത് ഓർഡർ കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കിട്ടും, ഇല്ലെങ്കിൽ ഒരു മാസത്തോളം പിടിക്കും. R310 അപ്പാച്ചി R310 സ്റ്റോക്ക് ടൈലാണ് നമ്മൾ V4 സെറ്റ് ചെയ്തേക്കണേ. ഇതാണ് കേട്ടോ സൈഡിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ സൈഡിൽ നിന്നുള്ള ആ ഒരു ലുക്കും. പിന്നെ താഴത്തേക്ക് എന്തോരം നിൽക്കുന്നുണ്ട്, പുറത്തേക്ക് എന്തോരം നിൽക്കുന്നുണ്ട് എന്നൊക്കെ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ആ ഒരു സ്റ്റോക്ക് വെക്കുമ്പോൾ ഏകദേശം ഈ ഒരു കണക്കിന് നിൽക്കും. ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല കേട്ടോ, അത്രയും വലിപ്പ വ്യത്യാസം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വെച്ചേക്കണത് ഭയങ്കര ചെറുതാണ്, ഇതാണെങ്കിൽ ഭയങ്കര വലുപ്പമുണ്ട് കേട്ടോ. എന്തായാലും സീനൊന്നുമില്ല, ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. ബൈ.